ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ചേട്ടൻ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലത്ത് വാടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മോത വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. പിന്നെ കിളിമീൻ കണ്ടപ്പം എനിക്ക് 2 കിളിമീനും കൂടി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാനിന്ന് മോത കറി വെക്കാനും കിളിമീൻ വറക്കാനുമാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു. ചട്ടി വെച്ചിട്ട് അതിൽ ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ചൂടുവെള്ളത്തിന് പകരം നമ്മുടെ കൊടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഈ അരപ്പിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. അപ്പം ഉലുവ പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ എരിവിന് വേണ്ട മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച തോട്ടുപുളിയുടെ വെള്ളം ഇല്ലേ, അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. നമ്മുടെ കോട്ടയം സ്റ്റൈലില് ഇങ്ങനെയാണ് സാധാരണ കറി വെക്കുന്നത്. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ നല്ലതുപോലെ ഒന്ന് 10 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഫുൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് മീന് ഒന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് നമ്മൾ ആ തിളപ്പിച്ച പുളിയില്ലേ, ആ പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് ഉപ്പ് കുറവും പുളിയൊക്കെ കുറവായിരിക്കും ഇഷ്ടം. അപ്പൊ അതിന്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കിളിമീൻ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അരപ്പിന് വേണ്ടി ചേർക്കുന്നത്. ചിലർ വിനാഗിരിയോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. അപ്പൊ ഞാനിവിടെ നാരങ്ങാ നീരാണ്. നല്ലതുപോലെ മീനിൽ ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ല മീനായിരുന്നു കേട്ടോ, വറുത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മീൻകറി ആണെങ്കിലും അടുത്ത ദിവസമൊക്കെ ആയപ്പോഴത്തേന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ കപ്പയൊക്കെ കിട്ടിയുണ്ടല്ലോ, എൻ്റെ ഈശ്വരാ, പിന്നെ പറയണ്ട. ഇന്ന് അതുകൊണ്ട് ഞാൻ ചോറിന്റെ കൂടെ അടുത്ത ദിവസം അതായത് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ സാമ്പാറും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നുമില്ല. മീൻ വറുത്തതും സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റുകൾ എനിക്ക് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഒരാളുടെ പോലും ഞാൻ മിസ്സാക്കാറില്ല. അപ്പൊ എനിക്ക് ആ കമന്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കൊടൈക്കനാല് പോയപ്പം അവിടെ വരെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്റെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അടുത്ത വീഡിയോ